ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന സിനിമയുടെ ടീസർ റിലീസായതിനു പിന്നാലെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ. തന്റെ കസബ എന്ന സിനിമയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ പറയുന്നത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് നിതിൻ രഞ്ജി പണിക്കരുടെ പ്രതികരണം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യഷ് നായകനാകുന്ന ചിത്രം ടോക്സിക്കിന്റെ ടീസർ റിലീസായതിനു പിന്നാലെയായിരുന്നു സംവിധായകയെ ഉന്നം വെച്ചുള്ള വിമർശനവുമായി നിതിൻ രഞ്ജി പണിക്കരുടെ കുറിപ്പ്. സ്റ്റേറ്റ് കടന്നപ്പോൾ ഗീതു അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നും നിതിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. സ്ത്രീവിരുദ്ധത തരുമ്പുമില്ലാത്ത, സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൺനോട്ടങ്ങളില്ലാത്ത, കസബയിലെ ആൺമുഷ്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം. സേ ഇറ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നുമാണ് നിതിൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. യഷിന്റെ ജന്മദിനത്തിൽ ആരാധകരെ ആവേശത്തിലാക്കി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോയാണിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10:15ഓടെയാണ് യൂട്യൂബിൽ വീഡിയോ പുറത്തുവിട്ടത്. ടോക്സിക് എന്ന ചിത്രം എന്തായിരിക്കുമെന്നതിന്റെ കൃത്യമായ സൂചന നൽകുന്നതായിരുന്നു ടീസർ. മയക്കുമരുന്ന് മാഫിയയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. വൻ ബജറ്റിൽ വിദേശ താരങ്ങളടക്കം ഉൾപ്പെടുന്ന വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് ടോക്സിക്. ഈ വർഷം ഏപ്രിലിൽ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോക്സിക്കിന്റെ ടീസർ വീഡിയോ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ 350 ലക്ഷം കാഴ്ചക്കാരെ ഇതുവരെ സ്വന്തമാക്കി കഴിഞ്ഞു. മൂത്തോൻ എന്ന ചിത്രത്തിനു ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. KVN പ്രൊഡക്ഷന്റെ ബാനറിൽ വെങ്കട് കെ നാരായണനും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷനും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. യഷിന്റെ 19ാം സിനിമ കൂടിയാണ് ടോക്സിക്. ഈ ചിത്രത്തിൽ നയൻതാരയും കരീന കപൂറും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. എന്തായാലും സ്ത്രീപക്ഷ നിലപാടുകൾ പറഞ്ഞിരുന്ന ഗീതുവിന്റെ സിനിമയിൽ തന്നെ സ്ത്രീകളെ ഗ്ലാമറൈസ് ചെയ്തുള്ള സീനുകൾ പ്രത്യക്ഷപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാകുന്നുണ്ട്. KGFന്റെ സെക്കൻഡ് പാർട്ടിന് ശേഷം 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു യാഷ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.